മലപ്പുറം മമ്പാട് നടുവക്കാട് ചീരക്കുഴിയിൽ ഷിനോജിന്റെ വീട്ടുമുറ്റം നിറയെ ഇന്നലെ സങ്കടക്കടലായിരുന്നു. എങ്ങും അണപൊട്ടിയ കണ്ണീർ കാഴ്ചകൾ മാത്രം. ശ്രീലക്ഷ്മിയുടെയും ഭർത്തൃ സഹോദരപുത്രൻ 3 വയസ്സുള്ള ധ്യാൻദേവിന്റെയും മുഖം അവസാനമായി ഒന്ന് കാണാൻ ജനം അവിടെ തടിച്ചുകൂടിയിരുന്നു. ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കണ്ണീരോണം തന്നെയായിരുന്നു നടുവക്കാട്ടുകാർക്ക് ഇന്നലെ. ശ്രീലക്ഷ്മിക്കും കുടുംബത്തിനും നടുവക്കാട്ട് കുട്ടിക്കുന്നിൽ വീട് പണി നടക്കുകയായിരുന്നു. പണി ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശനം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും അടുത്ത മാസത്തോടെയെങ്കിലും താമസം തുടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇരുവരും. പുതിയ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തുനിൽക്കാതെ വിട പറഞ്ഞ ശ്രീകുട്ടിയുടെ മൃതദേഹം അവസാനമായി പുതിയ വീടിന്റെ മുറ്റത്താണ് പൊതുദർശനത്തിന് വെച്ചത്. സൗമ്യതയുടെയും പുഞ്ചിരിയുടെയും പര്യായമായിരുന്നു നാട്ടുകാർക്ക് ശ്രീലക്ഷ്മി. ശ്രീകുട്ടി എന്നാണ് എല്ലാവരും ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നത്. ശ്രീലക്ഷ്മി താൽക്കാലിക അധ്യാപികയായി മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ PSC പരിശീലനത്തിലായിരുന്നു. പാട്ടുകൾ പാടിയും ചിത്രങ്ങൾ വരച്ചുമെല്ലാം ശ്രീകുട്ടി എല്ലാവർക്കും സുപരിചിതയുമായിരുന്നു. ശ്രീലക്ഷ്മിയും മക്കളും ഭർത്താവും സഹോദരനും അമ്മയും അടങ്ങിയ സംഘമാണ് തിങ്കളാഴ്ച ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമായാണ് സംഘം യാത്ര തിരിച്ചത്. സ്ഥലം കണ്ട തിരിച്ചു മടങ്ങുന്നതിനിടയിൽ കുത്തനെയുള്ള ഇറക്കത്തിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഉൾപ്രദേശമാണ് ഇവിടം. തോട്ടം മേഖല കൂടിയാണിത്. നിയന്ത്രണം വിട്ട സ്കൂട്ടർ തൊട്ടടുത്ത റബ്ബർ മരങ്ങളിൽ ഇടിച്ച് തകർന്ന നിലയിലാണ് കാണപ്പെട്ടിരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഷിനോജിന്റെ കൂടെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഷിനോജും ശ്രീലക്ഷ്മിയും മകൻ നവനീതും സഹോദരിയുടെ മകൾ ഭവ്യയും സഹോദരന്റെ മകൻ ധ്യാൻദേവും ഒരുമിച്ചാണ് സ്കൂട്ടറിൽ പോന്നത്. ഒരുപക്ഷെ ഇത്രയും ആളുകൾ ഒരുമിച്ച് സ്കൂട്ടറിൽ പോന്നതാകാം ഇത്തരത്തിലുള്ള വലിയ ഒരു അപകടമുണ്ടാകാൻ കാരണമായത്. ഷിനോജിന്റെ സഹോദരൻ ഷിജുവിന്റെയും ജിൽഷയുടെയും ഏക മകനായിരുന്നു മരണപ്പെട്ട ധ്യാൻദേവ്. മമ്പാട് ഫ്രണ്ട്സ് മൈതാനിക്ക് തൊട്ടടുത്തായിരുന്നു ഇവരുടെ വീട്. മക്കളും സഹോദരപുത്രനും ഇപ്പോഴും കളിക്കാൻ ഇറങ്ങുന്ന മൈതാനി കൂടിയായിരുന്നു ഇത്. എന്നും വൈകിട്ട് ധ്യാൻദേവ് ഉൾപ്പെടെയുള്ള സംഘം പന്തുമായെത്തുന്ന കാഴ്ച നാട്ടുകാർക്ക് കണ്ണിൽ നിന്നും ഇപ്പോഴും മായുന്നില്ല. അപകടത്തിൽ പരിക്കേറ്റ ഷിനോജും 2 കുട്ടികളും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.